നമസ്കാരം. ഗസയിൽ ഇസ്രായേൽ ഇന്നലെ രാത്രി ഉടനീളം നടത്തിയ വ്യോമാക്രമണത്തിൽ 23 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ഇവിടെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെ ലക്ഷ്യം വെച്ചു. അതുപോലെ തന്നെ നേരത്തെ നടത്തിയ ചില ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കെട്ടിടങ്ങൾക്കടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 4ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ ലഭിക്കുന്നു. ഇപ്പോഴും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. എന്നാൽ ഇതിനിടയിൽ ഇസ്രായേൽ ഒരു പുതിയ നീക്കം കൂടെ നടത്തുകയാണ്. അതായത് ഒരു കരയാക്രമണത്തിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഏകദേശം 50,000 ഇസ്രായേൽ സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക, ഗസ ഭരിക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹമാസിനെ ഇല്ലാതാക്കുക, ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. എന്തായാലും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുമ്പോൾ മറ്റു ചില വാർത്തകൾ കൂടെ പുറത്തു വരുന്നുണ്ട്. കാരണം കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈനികർക്ക് പേടിയാണ്. ഹമാസുമായി ഏറ്റുമുട്ടുന്ന ഒരു കാര്യം അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. നേരത്തെ നിരവധി ആളുകൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇവിടെ ചികിത്സ തേടിയെത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും പലരും ഇവിടെ മാനസിക രോഗം ചികിത്സിക്കുന്ന ആശുപത്രികളിലാണ്. അതുപോലെ നിരവധി ആളുകൾക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും 50,000 പേരെ ഉൾപ്പെടുത്തി ഒരു കരയുദ്ധത്തിന് ഇസ്രായേൽ മുതിരുമ്പോൾ പലരും സൈന്യത്തിൽ നിന്ന് രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആ വാർത്ത 2 ദിവസം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴാണ് 50,000 സൈനികരെ ഇവിടെ ഗസയിലേക്ക് കരയുദ്ധത്തിന് അയക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനെതിരെ ഹൂത്തികൾ ആക്രമണം കടുപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിലെ ടെല്ലവീവിനെയും അതുപോലെ തന്നെ ജാഫയിലെ സൈനിക അവരുടെ വ്യോമതാവളമാണ്, അതിനെയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന് ഹൂത്തികൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം അപായ സൈറണുകൾ ഒന്നും തന്നെ മുഴങ്ങിക്കേട്ടില്ല എന്ന വാർത്തയാണ് ഈ ഒരു അവകാശവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ചെങ്കടലിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഹൂത്തികൾ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. USS ഹാരി എസ് ട്രൂമാനെ ഇവിടെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രിയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഹൂത്തികളുടെ ആക്രമണം അമേരിക്കക്ക് കൊണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വാർത്തകൾ സ്ഥിരീകരിക്കുന്ന ഒരു നീക്കം കൂടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇവിടെ യുദ്ധക്കപ്പലുകൾ പിൻവലിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഇവിടെ ഹൂത്തികളുടെ ആക്രമണം അമേരിക്കക്ക് കൊണ്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമേരിക്ക ചെങ്കടലിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഹൂത്തികളുടെ ആക്രമണം അമേരിക്കക്ക് ഏറ്റു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ദീർഘദൂരം പറന്ന് എന്ന് ആക്രമിക്കാൻ കഴിയും വിധത്തിലുള്ള B-2 ബോംബർ വിമാനങ്ങൾ പല മേഖലകളിലും ആ വിമാനങ്ങൾ ലാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 2 വിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ, ഹവായ് ദ്വീപിൽ, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള B-2 ബോംബർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ദീർഘദൂരം പറന്നു ചെന്ന് ഇന്ധനം നിറക്കാതെ അവർക്ക് അവരുടെ ദൗത്യത്തിൽ ഏർപ്പെടാൻ കഴിയും. ബോംബർ വിമാനങ്ങളാണ്. ചെങ്കടലിൽ നങ്കൂരമിട്ടിട്ടുള്ള USS ഹാരി എസ് ട്രൂമാനും അതുപോലെ തന്നെ മറ്റു യുദ്ധക്കപ്പലുകളും ഒക്കെ പരാജയമാണ് എന്നത് അമേരിക്ക തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇറാൻ ഭൂഗർഭ അറയിലുള്ള അവരുടെ ഒരു മിസൈൽ ശേഖരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് പുറത്തുവിട്ടിരിക്കുകയാണ്. അമേരിക്ക അവരുടെ B-2 ബോംബർ വിമാനങ്ങൾ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ ഡീഗോ ഗാർഷ്യയിലുമൊക്കെ ലാൻഡ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇറാൻ ഞങ്ങൾ ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കും വിധമുള്ള അവരുടെ ഏറ്റവും പുതിയ മിസൈൽ ശേഖരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ സൈനിക ഓഫീസർമാർ ഭൂഗർഭ അറയിൽ അവർ ഒരുക്കിയിട്ടുള്ള ഈ മിസൈൽ ശേഖരം പരിശോധിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഖൈബർ ഷക്കാൻ എന്നൊക്കെ പേരുള്ള മിസൈലുകളാണ്. ഈ മിസൈലുകൾ നേരത്തെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഒട്ടും പുറകിലല്ല. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉപരോധമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ ഞങ്ങളുടെ ആയുധങ്ങൾ അത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്, ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്, ഞങ്ങളുടെ ആയുധ ശേഖരം അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി രഹസ്യമായിട്ടുള്ള ചില ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന രീതിയിൽ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ പ്രതികരണം വന്നതിന് ശേഷമാണ് ഭൂഗർഭ അറയിൽ അവർ സജ്ജീകരിച്ചിട്ടുള്ള വലിയ മിസൈൽ ശേഖരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ഓഫീസർമാർ
ഈ മിസൈലുകൾ പരിശോധിക്കുന്നു, ഭൂഗർഭ അറയിൽ പോയി ആയുധങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഒരു ഫൂട്ടേജാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് അത് ശക്തമായി തുടരുകയാണ്. ഈ വാക്പോര് ഇനി ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എപ്പോൾ മാറും എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് അധികം അകലെയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ട് അതിന് ഒരു കുറവുമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 50,000 സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ഒരു കരയുദ്ധത്തിന് മുതിരുകയാണ്. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിനു വേണ്ടി, ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനു വേണ്ടി, ഹമാസിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹൂത്തികൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്, അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള കാലം ഹൂത്തികൾ ഒറ്റക്കാകാനുള്ള ഒരു സാധ്യതയില്ല. ഹൂത്തികളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനും ഇറാന് കഴിയില്ല. എന്തായാലും ഇറാൻ ഇവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഹൂത്തികളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനായി തന്നെയാണ് ഇവിടെ ഹൂത്തികളെ പ്രശംസിച്ച് രംഗത്തെത്തിയത്. എന്തായാലും ഹൂത്തികൾ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടം നയിക്കേണ്ടത്, അല്ലെങ്കിൽ അവരല്ല ഇതിന് മുന്നിൽ നിൽക്കേണ്ടത്, ഞങ്ങൾ തന്നെയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. അതിന് ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ആയുധങ്ങൾ, ഇനിയും നിങ്ങൾ അറിയാത്ത ആയുധങ്ങളുണ്ട്, രഹസ്യ ആയുധങ്ങളുണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു യുദ്ധം അമേരിക്കയും ഇറാനും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അത് അധികം അകലെയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.